ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇറ്റ്സ് ബനാസർ ഖാലിദ്. അപ്പൊ ഇന്ന് നമ്മള് HSA ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ HSA സിലബസ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് പഠിക്കാനെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മളെ കഴിഞ്ഞ 2-3 HSA ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട് ബിയില് മോഡ്യൂൾ 2-ല് നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിയോളജിയാണ്. അപ്പം ഹ്യൂമൻ ഫിസിയോളജി അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരധർമ്മ ശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അവിടെ നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്? ദഹനത്തെ കുറിച്ച് പഠിക്കും അല്ലെ. മനുഷ്യ ശരീര ധർമ്മശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം പഠിക്കുന്നത് ദഹനവും ആഗിരണവുമാണ്. അപ്പൊ നമ്മളിവിടെ ടോപ്പിക്കില് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫിസിയോളജി നമുക്ക് ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം അല്ലെ. ടൈപ്സ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം, ബാലൻസ് ഡയറ്റിനെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ ഡൈജഷനെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിനെ കുറിച്ച് പഠിക്കണം, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഫൈബേഴ്സിന്റെ റോള്, അതുപോലെ തന്നെ നെർവസ് ആൻഡ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ. ഇത്രയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഫിസിയോളജി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ന്യൂട്രീഷൻ അല്ലെ. ന്യൂട്രീഷൻ എങ്ങനെയാണ്, പലതരത്തിൽ ന്യൂട്രീഷൻ എന്താണ്, ബാലൻസ് ഡയറ്റ് എന്താണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം, പോയിന്റ്സ് നോട്ട് ചെയ്തെടുക്കാം. മലയാളത്തിൽ വരുന്ന വേർഡ്സുകൾ ഞാൻ 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ വേർഡ്സ് എഴുതിയെടുക്കും. അപ്പൊ നമുക്ക് ക്ലാസ് ആദ്യം നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താണ് ന്യൂട്രീഷൻ, പോഷണം എന്താണെന്ന് മനസ്സിലാക്കും അല്ലെ. പോഷണം എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ആഹാരം സ്വീകരിക്കൽ, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അവയെ പ്രയോജനപ്പെടുത്തുകയുമാണ് പോഷണം എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പോഷണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു അല്ലെ. ആഹാരം സ്വീകരിക്കണമെങ്കിൽ എന്താണ്? ആഹാരം നിർമ്മിക്കപ്പെടണം. അപ്പൊ ആഹാരം ആദ്യം നിർമ്മിക്കാൻ കഴിവുള്ള ജീവികൾ അല്ലെ. എന്താണ്? ആരാണ് ആഹാരം സ്വയം നിർമ്മിക്കുന്നത് അല്ലെ? ആ ഒരു കഴിവുള്ളത് സസ്യങ്ങൾക്കാണ്. അപ്പൊ സസ്യങ്ങൾ ആഹാരം സ്വയം നിർമ്മിക്കുന്നു. അതുകൊണ്ട് അവയെ നമ്മൾ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് വിളിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ഇനി ഈ സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെ ആശ്രയിക്കുന്ന ജീവികൾ അല്ലെ, ആഹാരത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന ഗണത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടോട്രോപ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് പറയുന്നവയെ നമുക്ക് രണ്ടായിട്ട് പിന്നെയും തരംതിരിക്കാം. അതാണ് കീമോട്രോപ്സും ഫോട്ടോ ഓട്ടോട്രോപ്സും. എന്താണ് കീമോട്രോപ്സ്? കീമോട്രോപ്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞു ഈ ആഹാരം സ്വീകരിച്ച് അല്ലെങ്കിൽ എന്താണ് ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നാണ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് ഓർഗാനിക് സംയുക്തം അല്ലാത്ത പല വസ്തുക്കളിൽ നിന്നും പല കാര്യങ്ങൾ ശേഖരിച്ചാണ് ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജം ചില ജീവികൾ അല്ലെങ്കിൽ ചില ജന്തുക്കൾ അല്ലെങ്കിൽ ചില ജീവികൾ സ്വീകരിക്കുന്നത് പരിസ്ഥിതിയിൽ ലഭിക്കുന്ന അതുപോലെ ഇരുമ്പ്, സൾഫർ മുതലായവരുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ആ ജീവികള് പരിസ്ഥിതി ലഭിക്കുന്ന ഇരുമ്പ്, സൾഫർ മുതലായ സഹായത്തോടു കൂടി ഓർഗാനിക് സംയുക്തങ്ങളെ നിർമ്മിക്കുന്നുവെങ്കിൽ അത്തരം ജീവികൾ അവിടെ ആഹാരം നിർമ്മിക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓർഗാനിക് സംയുക്തങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവയും നമുക്ക് സ്വപോഷികളുടെ കൂട്ടത്തിൽ പെടുത്താം. പക്ഷെ അവിടെ നമ്മൾ എന്താ വിളിക്കുന്നത്? കീമോ ഓട്ടോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്, കീമോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതൊരു ഉദാഹരണമാണ് ബാക്ടീരിയ, അതായത് അയൺ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, നൈട്രിഫൈങ് ബാക്ടീരിയ എന്നിവയൊക്കെ കീമോ ഓട്ടോട്രോപ്സിന് ഉദാഹരണമാണ് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ കീമോ ഓട്ടോട്രോപ്സിന് ഇത്രയേ ഉള്ളൂ. ഇവയും ആഹാരം അല്ലെങ്കിൽ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇനോർഗാനിക് സംയുക്തങ്ങളിൽ നിന്നും ഓർഗാനിക് സംയുക്തങ്ങളെ അവ ഉത്പാദിപ്പിക്കുന്നു. എന്തിന്റെ സഹായത്തോടെ? അപ്പൊ അത് ഉത്പാദിപ്പിക്കാനുള്ള ഊർജ്ജം അവർക്ക് ലഭിക്കുന്നത് പരിസ്ഥിതിയിൽ നിന്നുള്ള അയൺ, സൾഫർ മുതലായ ധാതുക്കളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അവ ഉപയോഗപ്പെടുത്തി അവ ആഹാരം അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളെ നിർമ്മിക്കുന്നു. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്ടീരിയ, അതായത് സൾഫർ ബാക്ടീരിയ, അതുപോലെ തന്നെ അയൺ ബാക്ടീരിയ, പിന്നെ നൈട്രിഫൈങ് ബാക്ടീരിയയൊക്കെ ഈ കീമോ ഓട്ടോട്രോപ്സിൽ വരുന്നതാണ്, ഓർത്തു വയ്ക്കാം. അടുത്തത് ഫോട്ടോ ഓട്ടോട്രോപ്സ് ആണ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സസ്യങ്ങൾ തന്നെ ഫോട്ടോട്രോപ്സിന് ഉദാഹരണമാണ് അല്ലെ. അപ്പൊ സസ്യങ്ങൾ എന്താണ്? അവയ്ക്ക് ആവശ്യമുള്ള ആഹാരം നിർമ്മിക്കുന്ന ആരുടെ സഹായം തരുന്നു? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. അതുപോലെ ക്ലോറോഫിൽ, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമുക്ക് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫോട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആരാണ്? സസ്യങ്ങളാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു സ്വപോഷികൾ, ഓട്ടോട്രോപ്സ്, അതിൽ തന്നെ കീമോട്രോപ്സും ഉണ്ട്, അതുപോലെ ഫോട്ടോട്രോപ്സും ഉണ്ടെന്ന് മനസ്സിലാക്കാം. കീമോട്രോപ്സിന് ഉദാഹരണം പറയുന്നതാണ് ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ, നൈട്രോഫൈങ് ബാക്ടീരിയ. അവിടെ അല്ലെങ്കിൽ അവർക്ക് ഓർഗാനിക് സംയുക്തം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവ ഊർജം എവിടെ നിന്ന് ലഭിക്കും? പരിസ്ഥിതിയിൽ നിന്നുള്ള അയൺ, സൾഫറിൽ നിന്നൊക്കെ ഊർജത്തെ അത് സ്വീകരിക്കുന്നു. അപ്പൊ അതിന് അയൺ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, നൈട്രോഫൈങ് ബാക്ടീരിയ അതിന് ഉദാഹരണമാണ്, ഓർത്തു വയ്ക്കുക. ഇനി ഫോട്ടോട്രോപ്സിന് എന്ത് തന്നെയാണ്? സസ്യങ്ങൾ തന്നെയാണ്. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണമേ അവ ആഹാരം നിർമ്മിക്കുന്നതും കൂടെ മനസ്സിലാക്കി.
ഹെറ്ററോട്രോപ്സ്. അപ്പൊ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പരപോഷികളാണ് അല്ലെ. അവ ആഹാരത്തിന് വേണ്ടിയിട്ട് നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിക്കും. അപ്പൊ ഇവരിലെ ആ ഒരു പോഷണ രീതിയെ കുറിച്ചാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ അതുകൂടെ നോക്കിപ്പോകാം. അപ്പൊ ഇവിടെ നോക്കാം, ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഭക്ഷണം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ന്യൂട്രീഷനെ പോഷണത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ട്. അപ്പൊ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക്, സാപ്രോസോയിക്, പാരസൈറ്റിക്. എന്താണ് ഹോളോസോയിക്, പാരസൈറ്റിക്, അതുപോലെ സാപ്രോസോയിക്. ഇവിടെ ഹോളോസോയിക് എന്ന് പറയുന്നത് മനുഷ്യനിൽ നടക്കുന്ന ദഹനം അല്ലെ, മനുഷ്യ അല്ലെങ്കിൽ ജന്തുക്കളിൽ നടക്കുന്ന ദഹനം, ആഗിരണം എല്ലാം എന്ത് ടൈപ്പ് പോഷനാണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹോളോസോയിക് പോഷണം അല്ലെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അവിടെ ദഹനവും ആഗിരണവും നടക്കുന്നു. അത് ഹോളോസോയിക് ന്യൂട്രീഷൻ, ഹോളോസോയിക് പോഷണത്തിന് ഉദാഹരണം. അതാണ് മനസ്സിലാക്കുക. അപ്പൊ അത് ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തുജാലങ്ങളെല്ലാം എന്താണ് ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ് അല്ലെങ്കിൽ പോഷണമാണ് നടക്കുന്നത് മനസ്സിലാക്കുക. അടുത്ത സാപ്രോസോയിക് ന്യൂട്രീഷൻ. സാപ്രോസോയിക് പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ സാപ്രോഫൈറ്റ്സ് എന്താണ് അല്ലെ, ജീവിച്ച ജൈവവൈശിഷ്ട്യങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നു അല്ലെ, ജീവിച്ച ജൈവവൈശിഷ്ട്യങ്ങൾ ഭക്ഷണം എന്താണ് കണ്ടെത്തുന്ന ആ ഒരു ജീവികളെയാണ് സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അവയിൽ ഉണ്ടാകുന്ന അവയുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവയുടെ പോഷണമാണ് സാപ്രോസോയിക് ന്യൂട്രീഷൻ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഉദാഹരണം ബാക്ടീരിയ, ഫംഗൈയൊക്കെ സാപ്രോസോയിക് ന്യൂട്രീഷൻ വരുന്നതെന്ന് ഓർത്തു വയ്ക്കുക. എന്താണ് നമ്മൾ പറയുക ശബോയ ജീവികൾ അല്ലെ, സാപ്രോഫൈറ്റ്സിന് ശബോയ ജീവികൾ. അപ്പൊ അവയുടെ പോഷണമാണ് സാപ്രോസോയിക് ന്യൂട്രീഷൻ പോഷണം എന്ന് പറയുന്നത്. അത് മനസ്സിലായി. അടുത്ത പാരസിറ്റിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പാരസിറ്റിക് പോഷണം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഈ വളർച്ചയ്ക്ക് ആ ഒരു ജീവികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ ജലമായിട്ട് ലവണങ്ങളായിട്ട് അതിനെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഒന്നെങ്കിൽ അതിന്റെ ജീവിതകാലം മുഴുവൻ അത് ഏത് ശരീരമാണോ അത് വസിക്കുക അല്ലെങ്കിൽ ഏത് ജീവിയിലാണോ അത് വസിക്കുന്നത് അതിൽ നിന്ന് വലിച്ചെടുക്കും, അല്ലെങ്കിൽ അതിന്റെ വളർച്ച ഏത് ഘട്ടം വരെ ആ ഒരു ജലവും ലവണവും അതിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തില് ജലവും ലവണവും വളർച്ചയ്ക്ക് ആവശ്യമനുസരിച്ച് മറ്റുള്ള വസ്തുക്കളിൽ നിന്നും അവരുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ജീവികളെയാണ് പരാത ജീവികളാണ് പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പോഷണത്തെയാണ് വിളിക്കുന്നത് പരാത പോഷണം, ഈ പാരസിറ്റിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് അർത്ഥപരാധങ്ങളുണ്ട്, അതിൽ പൂർണ്ണ പരാധങ്ങളുണ്ട്, എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോഷണെ കുറിച്ച് പറയുന്നത് പോഷണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനില് ഹെറ്ററോട്രോപ്സിന് 3 ടൈപ്പ് ന്യൂട്രീഷൻ ഉള്ളതാണ് ഹോളോസോയിക്, സാപ്രോസോയിക്, അതുപോലെ തന്നെ പാരസൈറ്റിക്. ഇത്രയാണ് നമ്മളവിടെ ന്യൂട്രീഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ പോഷണം എന്താണെന്ന് പറഞ്ഞു, പല ടൈപ്പ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ചും പഠിച്ചു. ഇനി എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം. എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് സമീകൃത ആഹാരം? സമീകൃത ആഹാരം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും അനുപാതത്തിലും അടങ്ങിയ ആഹാരത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സമീകൃത ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന ആഹാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത്. പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട്, അതുപോലെ ആരോഗ്യത്തിന് ആവശ്യമുണ്ട്. ഈ പോഷക ഘടകങ്ങൾ ശരിയായ അളവിലും അനുപാതത്തിലും ലഭിക്കുന്ന ആഹാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പാല് എന്ന് പറയുന്ന ഒരു സമീകൃത ആഹാരമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സമീകൃത ആഹാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യപ്പെട്ട എല്ലാ പോഷകങ്ങളും ആഹാരത്തിന് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അളവിലും അനുപാതത്തിലും ലഭിക്കുന്ന ഒരു ഭക്ഷണത്തെയാണ് അല്ലെങ്കിൽ ആഹാരത്തെയാണ് സമീകൃത ആഹാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സമീകൃത ആഹാരം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അപ്പൊ ഏത് രീതിയിലാണ് ഇതിന്റെയൊക്കെ ദഹനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഒട്ടുമിക്ക PSC പരീക്ഷകളും അതുപോലെ പല ക്ലാസ്സുകളിലും ഒക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനമായിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പൊ എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നാണ് ഭക്ഷണം അല്ലെ. ഇനി ഭക്ഷണത്തിലെ പ്രധാന ഘടകങ്ങൾ കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അല്ലെ. അതില് പ്രധാന ഘടകങ്ങൾ ഭക്ഷണത്തിലെ പ്രധാന ഘടകങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം, ഇനി മാംസ്യം അഥവാ പ്രോട്ടീൻ, പിന്നെ കൊഴുപ്പ് അഥവാ ഫാറ്റ്. ഇനി ജീവകങ്ങൾ അല്ലെ വൈറ്റമിൻസും ധാതുക്കളും മിനറലും വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനപ്പെട്ട
പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ ലഭിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ധാന്യവും മാംസ്യവും അതുപോലെ കൊഴുപ്പുമാണ്. എന്നാൽ അതുപോലെ തന്നെ ജീവകങ്ങളും ധാതുക്കളും വളരെ കുറഞ്ഞ അളവിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ഈ പറയുന്ന ധാതുക്കളും അതുപോലെ തന്നെ ഈ പ്രധാന ഘടകങ്ങളും എന്തിനൊക്കെ സഹായിക്കുന്നു? ശരീരകലകളുടെ ശരിയായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഊർജവും ജൈവവസ്തുക്കൾ നൽകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് നമ്മുടെ ശരീരകലകളുടെ ശരിയായ പ്രവർത്തനത്തിനും അതുപോലെ അവയുടെ വളർച്ചയ്ക്കും ആവശ്യമായ ഊർജവും അതുപോലെ തന്നെ ജൈവവസ്തുക്കളും പ്രദാനം ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങളോടാണ് ഈ പറയുന്ന നമ്മുടെ ശരീരകലകൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നത്, അതുപോലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജൈവവസ്തുക്കളൊക്കെ ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഇനി നാം കുടിക്കുന്ന ജലം നമ്മളെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അതുപോലെ നിർജ്ജലീകരണം തടയുന്നതിനും ഉപയോഗപ്പെടുന്നു. അപ്പൊ നമ്മൾ കുടിക്കുന്ന ജലമാണെങ്കിലും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു, അതുപോലെ ശരീരത്തിൽ നിർജ്ജലീകരണം തടയുന്നതിനും ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഇതാണ് ഭക്ഷണത്തിന്റെയും ജലത്തിന്റെയും നമ്മുടെ ശരീരത്തിലെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരകലകളുടെ പ്രവർത്തനത്തിനും അതുപോലെ പ്രവർത്തിക്കുന്നതിനും അതിനാവശ്യപ്പെട്ട ഊർജവും ലഭിക്കുന്നവരാണ് ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ജൈവവസ്തുക്കളാണ്. അപ്പൊ ഊർജവും ജൈവവസ്തുക്കളും നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുടിക്കുന്ന ജലമാണെങ്കിൽ അതിന് ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്, അതുപോലെ നിർജ്ജലീകരണം തടയുന്നതിനും വളരെ അത്യാവശ്യമാണ്. ഇനി ഭക്ഷണത്തിലെ ജൈവ സ്ഥൂല തന്മാത്രകളെ അതേ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശരീരത്തിന് കഴിയില്ല. അപ്പൊ ഭക്ഷണത്തിലെ മാക്രോമോളിക്യൂൾസ് ശരീരത്തിലെ മാക്രോമോളിക്യൂൾസ് അതിന് എന്താണ്? ജൈവ സ്ഥൂല തന്മാത്രകൾ. എന്താണ്? ജൈവ സ്ഥൂല തന്മാത്രകൾ. ശരീരത്തിലെ ജൈവ സ്ഥൂല തന്മാത്രകൾ അല്ലെങ്കിൽ ബയോമാക്രോമോളിക്യൂൾസ്, ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബയോമാക്രോമോളിക്യൂൾസ് നമ്മൾ എന്ത് പറയും? ജൈവ സ്ഥൂല തന്മാത്രകൾ. അപ്പൊ ശരീരത്തിലെ ഭക്ഷണത്തിലെ ജൈവ സ്ഥൂല തന്മാത്രകളെ അതേ രൂപത്തിൽ ശരീരത്തിന് അല്ലെങ്കിൽ ശരീരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ ഏത് അവസ്ഥയിലാണ്? ജൈവ സ്ഥൂല തന്മാത്രകൾ അവസ്ഥയിലിരിക്കുന്ന ബയോമാക്രോമോളിക്യൂൾസ് അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജൈവ സ്ഥൂല തന്മാത്രകളായിട്ടാണ് ഇരിക്കുന്നത്. ഇവയെ നമുക്ക് അതേപോലെ ശരീരത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ ഇവ എന്താക്കി മാറ്റണം? ഇത് മാക്രോമോളിക്യൂൾസ് ആണ്, ഇത് മൈക്രോമോളിക്യൂൾസ് ആക്കി മാറ്റാൻ ലഘു ഘടകങ്ങളാക്കി ഇവയെ മാറ്റണം. അപ്പൊ ഇവയെ ലഘു ഘടകങ്ങളാക്കി മാറ്റാൻ മാത്രമേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതുപോലെ ഊർജ്ജത്തിനൊക്കെ ഊർജ്ജമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവയെ ലഘു ഘടകങ്ങളാക്കുന്നതിന് സഹായിക്കുന്ന വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥ എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ജൈവസ്ഥൂല തന്മാത്രകളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹന വ്യവസ്ഥ എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ എന്താണ് ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ദഹനം എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഭക്ഷണത്തിലെ സങ്കീർണ ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ ഉതകുന്ന ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പൊ ഭക്ഷണത്തിലെ സങ്കീർണ ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ ഉതകുന്ന ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർണ ഘടകങ്ങളാണ് ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കുന്നത്, അതിനെ ആഗിരണം ചെയ്യുന്നത് ലളിതമാക്കി രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് വിളിക്കുന്നത് ദഹനം എന്ന് വിളിക്കുന്നത്. ഇനി ദഹന വ്യവസ്ഥയുടെ യാന്ത്രികവും ജൈവരാസികവും പ്രവർത്തനങ്ങളാണ് ഈ പ്രക്രിയ സാധ്യമാകുന്നത്. അപ്പൊ ദഹന വ്യവസ്ഥയിൽ അതിന്റെ യാന്ത്രികവുമായിട്ട് അതുപോലെ ജൈവരാസികവുമായ പ്രവർത്തനത്തിലൂടെയാണ് എന്ത് പൂർത്തിയാകുന്നത്? ദഹനം എന്ന പ്രക്രിയ പൂർത്തിയാകും. അപ്പൊ ദഹന വ്യവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ദഹനം എന്താണെന്ന് മനസ്സിലായി, ദഹന വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായി, ദഹന വ്യവസ്ഥയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. ഇനിയാണ് നമുക്ക് ദഹന വ്യവസ്ഥയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ദഹന വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് പങ്കെടുക്കുക? മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ അന്നപദവും അനുബന്ധ ഗ്രന്ഥികളും ഉൾപ്പെടുന്നു. അപ്പൊ മനുഷ്യ ദഹന വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അവിടെ അന്നപദവും അനുബന്ധ ഗ്രന്ഥികളുമാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. ഇനി അന്നപദം എന്താണെന്ന് നമുക്ക് നോക്കാം. അന്നപദത്തിന്റെ മുൻഭാഗം വായിൽ നിന്ന് ആരംഭിക്കുകയും പിൻഭാഗം മലദ്വാരത്തിൽ അല്ലെങ്കിൽ ഏനസിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അന്നപദത്തിന്റെ മുൻഭാഗം വായിൽ നിന്ന് ആരംഭിക്കുന്നു, പിൻഭാഗം മലദ്വാരം ഏനത്തിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ഏനസിൽ അവസാനിക്കുകയും ചെയ്യും. ഇനി വായിൽ നിന്നാണ് അന്നപദത്തിന്റെ മുൻഭാഗം ആരംഭിക്കുന്നത് പറഞ്ഞു അല്ലെ. ഈ വായ് എന്ന് പറയുന്നത് വദന ഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. വായ എങ്ങോട്ട് തുറക്കുന്നു? വായ എന്ന് പറയുന്നത് വദന ഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. വദന ഗഹ്വരം എന്ന് പറഞ്ഞാൽ വക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി ആണ് വദന ഗഹ്വരം.
മനസ്സിലാക്കാം. അന്നപദവും അനുബന്ധ ഗ്രന്ഥികളും ചേർന്നാണ് ദഹനവ്യവസ്ഥ പൂർത്തീകരിക്കുന്നത്. ഇനി അന്നപദത്തിന്റെ മുൻഭാഗമാണ് വായ് ആരംഭിക്കുന്ന അനുഭവത്തിന്റെ മുൻഭാഗത്തു നിന്നാണ് പിൻഭാഗം മലദ്വാരം വഴി ഏനസിൽ അവസാനിക്കുന്നു മനസ്സിലാക്കാം. ഇനി അന്നപാദം എങ്ങോട്ട്? അന്നപദത്തിലെ അന്നപദം ആരംഭിക്കുന്ന വായിൽ നിന്നാണ് അല്ലെ. വായ് എങ്ങോട്ട് തുറക്കുന്നത്? വായ് തുറക്കുന്നത് വദന ഗഹ്വരത്തിലേക്കാണ്, അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലേക്കാണ് തുറക്കുന്നത്. ഇനി വദന ഗഹ്വരത്തിൽ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി, വദന ഗഹ്വരത്തിൽ എന്താണ് കാണപ്പെടുന്നത്? അനേകം പല്ലുകളും പേശികൾ കൊണ്ട് നിർമ്മിതമായ ഒരു നാക്കും കാണപ്പെടും. അപ്പൊ വദന ഗഹ്വരം അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിൽ എന്ത് കാണപ്പെടുന്നത്? ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി അല്ലെ. വദന ഗഹ്വരം അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി ഓറൽ ക്യാവിറ്റിയില് എന്ത് കാണപ്പെടുന്നു? ധാരാളം അനേകം പല്ലുകൾ കാണപ്പെടുന്നു, അതുപോലെ പേശികൾ നിർമ്മിതമായ നാക്കും കാണപ്പെടുന്നു. ഇനി ഓരോ പല്ലുകളും താടിയെല്ലിലെ കുഴിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പല്ലും താടിയെല്ലിലെ കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് വായു അല്ലെ, അന്നപദം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. ഇങ്ങോട്ടാ തുറക്കുന്നത്? വദന ഗഹ്വരത്തിലേക്കാണ് തുറക്കുന്നത്, ബക്കൽ ക്യാവിറ്റി ഓറൽ ക്യാവിറ്റിയിലേക്കാണ് തുറക്കുന്നത്. ഇനി പറഞ്ഞ എന്താണ്? വദന ഗഹ്വരത്തില് അനേകം പല്ലുകൾ കാണപ്പെടുന്നു, അതുപോലെ തന്നെ പേശി നിർമ്മിതമായ ഒരു നാക്കും കാണപ്പെടുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഓരോ പല്ലും താടിയെല്ലിലെ കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ താടിയെല്ലിലെ കുഴികളിലാണ് ഓരോ പല്ലുകളും ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം പല്ലുകളുടെ ക്രമീകരണത്തെ കോടരദന്തങ്ങൾ അല്ലെങ്കിൽ തീക്കോഡോണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഓരോ പല്ലും താടിയെല്ലിലെ കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ പല്ലുകളുടെ ക്രമീകരണത്തെ കോടരദന്തങ്ങൾ അല്ലെങ്കിൽ തീക്കോഡോണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പല്ലുകളുടെ ക്രമീകരണത്തെ എന്ത് വിളിക്കുന്നു? കോടരദന്തങ്ങൾ അല്ലെങ്കിൽ തീക്കോഡോണ്ട് എന്ന് പറയുന്നു. കോടരദന്തങ്ങൾ പല്ലുകളുടെ ക്രമീകരണത്തെയാണ്. പല്ലുകൾ എന്താണ് ഈ ഓരോ പല്ലുകളും എവിടെ താടിയെല്ലിലെ കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ക്രമീകരണത്തെ കോടരദന്തങ്ങൾ അല്ലെങ്കിൽ തീക്കോഡോണ്ട് എന്നാണ് പറയുന്നത്. ഇനി മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം സസ്തനികളിലും അവരുടെ ജീവിത കാലഘട്ടത്തിൽ 2 പ്രാവശ്യം പല്ലുകൾ രൂപപ്പെടും. അപ്പൊ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ധാരാളം സസ്യങ്ങളിൽ അവരുടെ ജീവിതകാലത്തിൽ പല്ലുകൾ എത്ര പ്രാവശ്യം രൂപപ്പെടുന്നു? 2 പ്രാവശ്യം രൂപപ്പെടുന്നു. ആദ്യത്തേത് പാൽപ്പല്ലുകളാണ്. അവ സ്ഥിരമല്ല, അവ കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ് അല്ലെ. പാൽപ്പല്ലുകളാണ്, കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ്. ഡെസീഡിയസ് ടീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന പല്ലുകൾ അല്ലെങ്കിൽ ഡെസീഡിയസ് ടീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ആദ്യമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ടീത്ത് അല്ലെ. ഡെസീഡിയസ് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന പല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് തുടർന്ന് വരുന്ന പല്ലുകളാണ് എന്ത് പല്ലുകൾ? സ്ഥിരദന്തങ്ങൾ. ഇപ്പൊ ഡെസീഡിയസ് ടീത്ത് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ് ആദ്യം വരുന്നത്. അവ സ്ഥിരമല്ല, അവ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു. ഇനി തുടർന്ന് വരുന്നതാണ് സ്ഥിരദന്തങ്ങൾ. ഇത്തരത്തിലെ ദന്തവിന്യാസം ആദ്യം പാൽപ്പല്ലുകൾ വരുന്നു, അവയെ നമ്മൾ എന്താ പറയുന്നത്, അത് കൊഴിഞ്ഞു പോകുന്നു. അതിനുശേഷം വരുന്നതാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ദന്തവിന്യാസം, ഇത്തരത്തിലുള്ള ദന്തവിന്യാസത്തെയാണ് ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫോഡോണ്ട് എന്ന് പറയുന്നത്. ദ്വിജദന്തങ്ങൾ അതായത് 2 പ്രാവശ്യം പല്ലുകൾ വരുന്നു, അതാണ് ദ്വിജദന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫോഡോണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫോഡോണ്ട്. അപ്പൊ തീക്കോഡോണ്ട് തന്നെ പല്ലുകള് കുഴികളിൽ താടിയെല്ലിലെ കുഴികളിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാണ് കോടരദന്തങ്ങൾ തീക്കോഡോണ്ട് എന്ന് പറയുന്നത്. ഇനി പല്ലുകള് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികൾ 2 പ്രാവശ്യമാണ് പല്ലുകൾ വരുന്നത്. അപ്പൊ ആദ്യം വരുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ് ഡെസീഡിയസ് ടീത്ത് എന്ന് പറയുന്നു. ഇനി രണ്ടാമത് ഉണ്ടാകുന്ന പല്ലുകളാണ് സ്ഥിരമായ ദന്തങ്ങൾ അല്ലെ. ആ സ്ഥിരമായ ദന്തങ്ങൾ അതിന് തുടർന്നുണ്ടാകുന്നു. ഇത്തരത്തിലെ ദന്തവിന്യാസത്തെയാണ് എന്ന് പറയുന്നത് ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫോഡോണ്ട് എന്ന് പറയുന്നത്. ദ്വിജദന്തങ്ങൾ ഡൈഫോഡോണ്ട് എന്ന് പറയുന്നത് ഇതിനെയാണ് മനസ്സിലാക്കുക. അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് 32 സ്ഥിരദന്തങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ പ്രായപൂർത്തിയായ മനുഷ്യന് എത്ര സ്ഥിരദന്തങ്ങളുണ്ട്? 32 സ്ഥിരദന്തങ്ങളാണ് ഉണ്ട്. അപ്പൊ ആ ദന്തവിന്യാസത്തെ നമ്മൾ എന്ത് പഠിച്ചു? ദ്വിജദന്തങ്ങൾ അല്ലെങ്കിൽ ഡൈഫോഡോണ്ട് എന്ന് പഠിച്ചു. ഇനി ഈ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് 32 സ്ഥിരദന്തങ്ങൾ എന്ന് പറഞ്ഞു. അവ 4 വ്യത്യസ്ത തരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന് ഹെട്രോഡോണ്ട് 4 വ്യത്യസ്ത തരത്തിലാണ് ഈ പല്ലുകൾ കാണപ്പെടുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇൻസസസ് അല്ലെങ്കിൽ ഉളിപ്പല്ലുകൾ അല്ലെ. ഉളിപ്പല്ലുകൾ അല്ലെങ്കിൽ ഇൻസിസസ്. അടുത്ത എന്താണ്? കൊമ്പല്ലുകൾ അല്ലെങ്കിൽ കനൈൻസ് എന്നാണ്. പിന്നെ അഗ്രചർവണങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പ്രീമൊളാസ്. പിന്നെ ചർവണങ്ങൾ അഥവാ മൊളാസ് എന്നിങ്ങനെയാണ് നമ്മുടെ പല്ലുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 32 സ്ഥിരദന്തങ്ങളാണ് മനുഷ്യനുള്ളത്. അതിൽ തന്നെ ഉളിപ്പല്ലുകൾ അല്ലെങ്കിൽ ഇൻസിസസ്, പിന്നെന്താണ്? കൊമ്പല്ലുകൾ അല്ലെങ്കിൽ കനൈൻസ്, പിന്നെ അഗ്രചർവണങ്ങൾ അല്ലെങ്കിൽ പ്രീമൊളാസ്, പിന്നെ ചർവണങ്ങൾ അല്ലെങ്കിൽ മൊളാസ്.
അപ്പൊ ഇത്തരത്തിൽ 4 വിധത്തിലുള്ള പല്ലുകളാണ്. ഹെട്രോഡോണ്ട് എന്നാണ് പറയുന്നത്. 4 വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യന് ഉള്ളത്. അപ്പൊ അഗ്രചർവണങ്ങൾ, പിന്നെ എന്താണ് ചർവണങ്ങൾ അഥവാ മോളാസ്. ഇനി ഇവയെ മുകളിലും താഴെയും മോണയുടെ ഓരോ പകുതിയിലും ഏത് ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ICPMM അല്ലെ. ഇപ്പൊ മോണയുടെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല്ലുകളുടെ മുകളിലും താഴെയായിട്ട് മോണയിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ആദ്യം ഇൻസിസേഴ്സ്, രണ്ടാമത് കനൈൻസ്, പിന്നെ പ്രീമോളാസ്, മോളാസ് അല്ലെ. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡെന്റർ ഫോമുല അല്ലെങ്കിൽ ദന്തസൂത്രം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? മനുഷ്യന്റെ ദന്തസൂത്രം എന്ന് പറയുന്നത് 2 1 2 3 2 1 2 3 2 1 3. അതായത് മോളില് ആദ്യം 2 എന്താണ് ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ഉളിപ്പല്ലുകള്, പിന്നെ കനൈൻസ് അല്ലെ. കനൈൻസ് എന്ന് പറയുന്ന കൊമ്പലുകള്, പിന്നെ എന്താണ് അഗ്രചർവണകം അല്ലെങ്കിൽ പ്രീമൊളാസ്, പിന്നെ അതുപോലെ ചർവണകം അല്ലെങ്കിൽ മൊളാസ്. ഈ രീതിയിലാണ് മനുഷ്യരെ പല്ലുകളുടെ ദന്തസൂത്രം നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അതായത് ചവയ്ക്കാൻ സഹായിക്കുന്ന പല്ലിന്റെ കട്ടിയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇനാമൽ എന്നറിയപ്പെടുന്നു. ചവയ്ക്കാൻ സഹായിക്കുന്ന പല്ലിന്റെ കട്ടിയുള്ള ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഇനാമൽ കൊണ്ടാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് നമ്മള് പല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അപ്പൊ പല്ലിന്റെ സ്ട്രക്ചറും അതിന്റെ ആ ഒരു ഘടനയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഈ പല്ലിനെ കുറിച്ച് മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ പറഞ്ഞു പല്ലിന് ചവയ്ക്കാൻ സഹായിക്കുന്ന ആ കട്ടിയുള്ള ഭാഗം നിർമ്മിച്ചിരിക്കുന്ന ഇനാമൽ കൊണ്ടാണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മളെ പല്ലിനോടൊപ്പം തന്നെ ഈ പറയുന്ന വദന ഗഹ്വരത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? അതെ, കാരണം പല്ലുകളോടൊപ്പം തന്നെ പേശി നിർമ്മിത ഒരു നാക്കുമുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി സ്വതന്ത്രമായി ചലിക്കാൻ കഴിവുള്ള ഒരു പേശി നിർമ്മിത അവയവമാണ് നാക്ക്. അപ്പൊ നാക്ക് എന്ന് പറയുന്നത് അവർക്ക് സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കും, പേശി നിർമ്മിതമാണെന്നും കൂടെ മനസ്സിലാക്കും. ഇനി വദന ഗഹ്വരത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഫ്രനുലം എന്ന സ്നായുക്കൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് നാക്ക്. അപ്പൊ ഈ നാക്കുകൾ എവിടെയാണ് ബന്ധിച്ചിരിക്കുന്നത്? എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു? ഇത് വദന ഗഹ്വരത്തിനുള്ളിലാണ്. ആ വദന ഗഹ്വരത്തിനുള്ളിൽ താഴെയായി സ്ഥിതി ചെയ്യുകയും ഫ്രനുലം എന്ന സ്നായുക്കൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ഫ്രനുലം എന്നാണ് വദന ഗഹ്വരത്തിന് താഴെയായി സ്ഥിതി ചെയ്യുകയും ഫ്രനുലം എന്ന സ്നായുക്കൾ കൊണ്ട്, സ്നായുക്കൾ നിന്ന് ലിഗമെന്റ്സ് അല്ലെ, സ്നായുക്കൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. അപ്പൊ നാക്കുകൾ എന്ന് പറയുന്നത് സ്നായുക്കൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. എവിടെയാണ് കാണപ്പെടുന്നത്? വദന ഗഹ്വരത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. എങ്ങനെയുള്ള സ്നായുക്കളാണ്? ഫ്രനുലം എന്ന സ്നായുക്കൾ കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി നാക്കിന്റെ ഉപരിതലത്തില് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് പാപ്പില എന്ന് പറയുന്നത്. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് പാപ്പില എന്ന് പറയുന്നത്. ഇവയിലാണ് രുചിമുകുളങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ പാപ്പിലയിലാണ് എന്ത് കാണപ്പെടുന്നത്? രുചിമുകുളങ്ങൾ, ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നതിനും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വദന ഗഹ്വരത്തിന് താഴെ ഫ്രനുലം അല്ലെ, ഫ്രനുലം എന്ന സ്നായുക്കൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടാണ് നാക്ക് കാണപ്പെടുന്നത്. ഇനി നാക്കിന്റെ ഉപരിഭാഗത്ത് അല്ലെങ്കിൽ ഉപരിതലത്തിന് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ പാപ്പില എന്നറിയപ്പെടുന്നു. ഈ പാപ്പിലയാണ് എന്താണ് രുചിമുകുളങ്ങളെ, ടേസ്റ്റ് ബഡ്സ് കാണുന്നതും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അത്രയാണ് നാക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നെക്സ്റ്റ് അടുത്തിലോട്ട് പോവാം. അപ്പൊ അടുത്ത് മനസ്സിലാക്കാം വദന ഗഹ്വരം ഒരു ചെറിയ ഗ്രസനിയിലേക്ക് തുറക്കുന്നു. അപ്പൊ വദന ഗഹ്വരം എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. ഇതൊരു ചെറിയ ഗ്രസനിയിലേക്ക് അല്ലെങ്കിൽ ഫാരിൻസിലേക്കാണ് തുറക്കുന്നത്. ഇനി ആഹാരവും വായുവും കടന്നു പോകുന്ന ഒരു പൊതു ഇടമാണ് ഈ പറയുന്ന ഗ്രസനി അല്ലെങ്കിൽ ഫാരിൻസ്. വദന ഗഹ്വരം എങ്ങോട്ട് തുറക്കുന്നു? ഒരു ചെറിയ ഗ്രസനിയിലേക്ക് തുറക്കുന്നു. അതായത് ഫാരിൻസ് എന്നറിയപ്പെടുന്നത്. ആഹാരവും വായുവും കടന്നു പോകുന്ന ഒരു പൊതു ഇടമാണ് ഈ ഗ്രസനി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് അന്നനാളവും ശ്വാസനാളവും ഗ്രസനിയിലേക്ക് തുറക്കുന്നു. അന്നനാളം എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ്, ശ്വാസനാളം എന്ന് പറഞ്ഞാൽ ട്രക്കിയ. ഇവ രണ്ടും എങ്ങോട്ടാണ് തുറക്കുന്നത്? ഗ്രസനിയിലേക്കാണ് തുറക്കുന്നത്. നമ്മൾ പറഞ്ഞു അന്നനാളത്തിലൂടെ ഭക്ഷണം കടന്നു പോകുന്നത്, ശ്വാസനാളത്തിലൂടെ വായു. അപ്പൊ ശ്വാസനാളവും അന്നനാളത്തിൽ എങ്ങോട്ട് തുറക്കുന്നു? ഗ്രസനിയിലേക്ക് തുറക്കുന്നു. ഈ ഗ്രസനി എന്ന് പറയുന്നത് ആഹാരവും വായുവും ചെന്ന് കടന്നു പോകുന്ന ഒരു പൊതു ഇടമാണ് എന്ത് പറയുന്നത്? ഗ്രസനി എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് അടുത്തെന്താണ്? ശ്വാസനാളത്തിലെ ഒരു വിടവുണ്ട്. ശ്വാസനാളത്തിലെ വിടവുണ്ട്, അതിനെയാണ് ക്ലോമം അല്ലെങ്കിൽ ഗ്ലോട്ടിസ് എന്ന് പറയും. ശ്വാസനാളത്തിലെ വിടവിനെയാണ് ക്ലോമം അഥവാ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇനി ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു അടവുണ്ട്. അപ്പം ശ്വാസനാളത്തിലെ വിടവിനെയാണ് ക്ലോമം അല്ലെങ്കിൽ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇനി ക്ലോമപിതാനം എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു അടവാണ്. അതൊരു തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണ്. അപ്പൊ ഒരു തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണെങ്കിൽ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ച ഒരു അടപ്പാണ് ഇത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിതാനം എന്ന് പറയുന്നത്. ഇത് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പൊ ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനാണ്
എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിതാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ളത് അത് തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണ്. അത് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പോകുന്നത് പ്രവേശിക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത്. അത്രയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം. പതന ഗഹ്വരം എങ്ങോട്ട് തുറക്കുന്നു? ഗ്രസനിലേക്ക് അല്ലെങ്കിൽ ഫാരിൻസിലേക്ക് തുറക്കുന്നു. ഇനി ഗ്രസനി എന്ന് പറയുന്നത് ആഹാരം വായുവും കടന്നു ചെല്ലുന്ന ഒരു പൊതു ഇടമാണ്. ഇനി അതുപോലെ അന്നനാളം അഥവാ ഈസോഫാഗസ്, ശ്വാസനാളം അഥവാ ട്രക്കിയ എന്നിവ ഗ്രസനിയിലേക്കാണ് തുറക്കുന്നത്. ഇനി ഈ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയയുടെ വിടവിനെയാണ് ക്ലോമം അഥവാ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇനി ക്ലോമപിതാനം എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം ക്ലോമത്തിലേക്ക് കടക്കുന്നത് തടയും. അപ്പൊ ക്ലോമപിതാനം എന്ന് പറയുന്നത് തരുണാസി നിർമ്മിതമായൊരു എന്താണ് ഒരു ക്ലോമപിതാനം എന്ന് പറയുന്നത് തരുണാസി നിർമ്മിതമായ ഒരു അടപ്പാണ്. അത് ആഹാരം ക്ലോമത്തിലേക്ക് കടക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയും. അപ്പൊ തരുണാസി നിർമ്മിതമായ അടപ്പാണ് ക്ലോമപിതാനം എപ്പിഗ്ലോട്ടിസ്. അത് ആഹാര പദാർത്ഥം എങ്ങോട്ട് പോകുന്നത് തടയുന്നു? ക്ലോമത്തിലേക്ക് കടക്കുന്നത് പ്രവേശിക്കുന്നതിന് തടയുന്നു. ഇത്രയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡൈജഷൻ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വളരെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉടനെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ലെറ്റ്സ് ബൈ ഫ്രം മീ. താങ്ക് യു.